നിമി എബ്രഹാം ഗാനം ആലപിക്കും. പാട്ടിനായ കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. നിമി എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിലോടി അൻപോടു ഞാൻ മാർവിൽ ചാരിടും. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിലൂടെ അൻപോടു ഞാൻ മാർവിൽ ചാരിടും. എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനെ കണ്ടിടും ഞാൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനെ കണ്ടിടും ഞാൻ. നീരിൻ തടാകം മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ, നീരിൻ തടാകം മാനുകൾ തേടി അതിദാഹത്താൽ ചെല്ലും പോലെ, എന്റെ പ്രിയനെ നിന്നിൽ ചേരാൻ എന്റെ ഉള്ളം വാഞ്ചിക്കുന്നു. എന്റെ പ്രിയനെ നിന്നിൽ ചേരാൻ എന്റെ ഉള്ളം വാഞ്ചിക്കുന്നു. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിലോടി അൻപോടു ഞാൻ മാർവിൽ ചാരിടും. എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനെ കണ്ടിടും ഞാൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചവനെ കണ്ടിടും ഞാൻ. ഒരു നാളിലെന്റെ പ്രിയനെ ഞാൻ നേരിൽ കണ്ടിടും, അവനരികിലോടി അൻപോടു ഞാൻ മാർവിൽ ചാരിടും, അവനരികിലോടി അൻപോടു ഞാൻ മാർവിൽ ചാരിടും. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ
കർത്താവിന്റെ ദാസിയെ ചെയ്യാൻ സഹായിക്കാനും നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാനും ഹല്ലേലൂയ ദീർഘായുസ്സോടെ ദൈവം മക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദാസിനെയും ദാസിയെയും പൈതലിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അവരൊക്കെ പ്രേരണ അനുഗ്രഹമാക്കി ദൈവം നിർത്തിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ആ പാട്ടിൽ കൂടെ അതിന്റെ ഓരോ വരികളും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയനെ ഹല്ലേലൂയ സ്തോത്രം നാം കാണുവാൻ, ഇരിക്കുവാൻ, ഹല്ലേലൂയ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് എന്റെ അടുക്കൽ സ്തോത്രം. മോശയ്ക്ക് പോലും ഹല്ലേലൂയ മുഖം ഒന്ന് കാണുവാൻ കൊതിച്ചിട്ട് ഹല്ലേലൂയ സാധിച്ചില്ല. ഞാൻ കടന്നു പോകുമ്പോൾ മോശേ എന്റെ കരങ്ങൾ കൊണ്ട് നിന്നെ പാതയുടെ മറയ്ക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആർക്കും കാണാൻ കഴിയാത്ത ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ആർക്കും കാണാൻ കഴിയാത്തത് അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ മഹാരാജാവിന്റെ അടുക്കൽ നമ്മൾ ഇരിക്കാൻ പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാവുന്നു. സ്തോത്രം സ്തോത്രം. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വം കൊടുക്കുകയും എല്ലാവരുടെ മേലും ആ പാട്ടിൽ കൂടെ അല്ലെങ്കിൽ ഈ അനുഗ്രഹ സമ്പത്ത് ദൈവം പകർന്നു. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. തുടർമാനം ഒരല്പസമയം പ്രാർത്ഥനയ്ക്ക് സഹായമായി നമുക്ക് ദൈവത്തിന് ഹല്ലേലൂയ അല്പസമയം കേൾപ്പാൻ തക്കവണ്ണം നമ്മളെ ഹല്ലേലൂയ താഴ്ത്തി ഏൽപ്പിക്കാം. 4-ാം സങ്കീർത്തനം ഹല്ലേലൂയ 8 വാക്യങ്ങളുണ്ട്. ഞാൻ ഹല്ലേലൂയ ഇതുവരെ ജോലി കഴിഞ്ഞ് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ മെസ്സേജുകൾ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥന ഇപ്പോഴെനിക്ക് കിട്ടിയതാണ് ഈ 4-ാം സങ്കീർത്തനം. ഹല്ലേലൂയ ഇപ്പോഴാണ് കിട്ടിയ ദൈവത്തിന്റെ പദ്ധതി എത്ര ഭയങ്കരമാകും. ആ 4-ാം സങ്കീർത്തനം ഞാൻ വായിക്കുന്നു. ദൈവഭക്തനായ ദാവീദ് ഹല്ലേലൂയ രചിച്ചതായിട്ടുള്ള ആ സങ്കീർത്തനം. ഹല്ലേലൂയ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഹല്ലേലൂയ. നീതിയാങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയിപ്പീൻ. നമുക്കാരും നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീ അല്ലോ യഹോവേ എന്നെ നിർഭയം വർദ്ധിക്കുമാറാക്കുന്നത്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ 150 സങ്കീർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. ഇന്ന് ഈ 4-ാം സങ്കീർത്തനം വായിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ രാത്രികാലം നാം അല്പസമയം ഞാൻ എടുക്കത്തുള്ളൂ. അതുവഴി വീണ്ടും നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാവുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം. നാം ദൈവത്തിന്റെ കരുണയ്ക്കായി തുടർന്നും യാചിക്കണം. ഹല്ലേലൂയ. കരുണയുള്ള ഒരു ദൈവമാവും. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായത് അവിടെ ആരെയും മാറ്റി നിർത്തുന്ന സത്യസന്ധത, അല്ലെങ്കിൽ സത്യ ഹൃദയം, അല്ലെങ്കിൽ നിഷ്കളങ്ക ഹൃദയം, പരമാർത്ഥ ഹൃദയം, ഹല്ലേലൂയ സ്തോത്രം, നിർമ്മലമായ ഒരു ഹൃദയം ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സത്യമായി തന്നെ നമ്മുടെ ദൈവം സത്യവാനായ ദൈവമാകുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം. ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ എന്റെ നീതിയായ ദൈവമേ. ദൈവം ആരാണ്? നീതിമാനാണ്, സത്യവാനാണ്. ഹല്ലേലൂയ. ന്യായാധിപതിയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, മറുപടി നൽകുന്ന ദൈവമാണ്.
അല്ലെങ്കിൽ നമ്മളെ കൈവിടാത്ത ദൈവമാണ്, നമ്മൾ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. അമ്മതിന്റെ കുഞ്ഞിനെ മറക്കും പറഞ്ഞാലും ഞങ്ങളെ മറക്കത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇസ്രായേലിന്റെ നടുവിലുണ്ട്. നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ 2 3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ വാക്തത്വങ്ങൾ മുഴുവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അറിയും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവഭക്തൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്റെ നീതിയായ ദൈവമേ, സ്വർഗസിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാകുന്നു. നമ്മുടെ ദൈവം നീതി വിട്ട് ഒന്നും ചെയ്യുന്ന ദൈവമല്ല. നമ്മളെ ദൈവം നീതിമാന്മാരാക്കി മാറ്റി. നീതിമാന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ. എന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ പോലും ഹല്ലേലൂയ ഇരുട്ടാതെ വിശന്നിരുന്നാലും ദൈവമക്കൾക്ക് ഒരു നന്മയും ദൈവം മുടക്കുന്ന ദൈവമല്ല. അതാ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ. ഹല്ലേലൂയ. ചിലപ്പോൾ ബാലസിംഹങ്ങൾ ഇരുട്ടാതെ വിശന്നിരിക്കും, എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾക്കോ തന്റെ മക്കൾക്കോ ഒരു നന്മയും ദൈവം മുടക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും എല്ലാം. ദൈവത്തിന്റെ കരുണയ്ക്കായി പിന്നെയും കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. മഹാകരുണയുള്ള ദൈവം. ഹല്ലേലൂയ. മനുഷ്യന്റെ വഷളത്വം തെളിയിക്കപ്പെട്ടിരിക്കുക. അതിന്റെ 2ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായ ചെയ്ത് രാജ്യത്തെ അന്വേഷിക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ വഷളത്വം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ യേശുക്രിസ്തുവിനെ നിരന്തരമായി നിന്ദിക്കുന്നതിനാൽ എത്രമാത്രം നിന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിന്ദിച്ചു, പരിഹസിച്ചു, പുച്ഛിച്ചു, കളിയാക്കി. ഹല്ലേലൂയ. സ്തോത്രം. മഹാദൈവത്തിന്റെ സന്നിധി മഹാദൈവത്തോട് ഹല്ലേലൂയ കാണിച്ചതായിട്ടുള്ള പരിഹാസങ്ങൾ എത്രമാത്രമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയത്തിൽ മായയെ സ്നേഹിക്കുന്നതിനാൽ, ദിനംതോറും വ്യാജത്തെ അന്വേഷിക്കുന്നതിനാൽ, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം നശിക്കുമെന്ന് നാം അറിയണം. ഹല്ലേലൂയ. നമ്മളെ നശിപ്പിക്കുവാൻ അടുത്തു വരുന്നവൻ അവൻ സ്വയമായി നശിക്കും. ഹല്ലേലൂയ. ആരും നശിച്ചു പോകരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. ശത്രുക്കൾ നശിച്ചു പോകാനല്ല, ശത്രുക്കൾ നിഷ്കളങ്കമായി മാറണമേ എന്നാവും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം നശിക്കും. അത് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് 3-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, യഹോവയെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഭക്തനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. 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 ചില പ്രത്യേക വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എന്തുദ്ദേശത്തിലാണ് ഭക്തനെ വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റു മനുഷ്യർക്ക് ആ കാര്യം ബോധ്യമാകാൻ ഇടവരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനെ നോക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്ത സത്യപ്രവാചകന്മാര്, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകരെ നോക്കി ശമൂവേലിനെ തന്നെ നമുക്കെടുക്കാം. ഇസ്രായേൽ ജനത്തിന് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തോട് ഈ ഭക്തൻ അപേക്ഷിച്ചാൽ ദൈവം കേൾക്കും. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ദേശത്ത് പ്രാർത്ഥന നമ്മളെ ഹല്ലേലൂയ മറ്റുള്ളവർ കാണണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതല്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നു. നമ്മളെ ആരായി കാണണം? ഒരു ദൈവമകനാണ്, ഒരു ദൈവമകളാണെന്ന് ഈ ദേശത്തെ സിറ്റിയിലെ പട്ടണത്തെ രാജ്യത്തെ ലോകത്തിൽ അറിയണം. ഹല്ലേലൂയ. അങ്ങനെ അറിയണമെങ്കിൽ വചനപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ വഴിയിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്കത് ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഭാവിയെ ചെല്ലുന്നിടത്തെല്ലാം ഹല്ലേലൂയ വിശുദ്ധന്മാർ എന്തെല്ലാം വിശുദ്ധന്മാർ തന്നെയാണ്. നീതി ചെയ്യുന്നതെല്ലാം നീതിമാന്മാരാണ്. നീതി പ്രവർത്തിക്കും അവർ.
ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഒക്കെ ഉള്ളിടത്ത് ദുഷ്ടത പ്രവർത്തിക്കും. ഹല്ലേലൂയ. അനീതി പ്രവർത്തിക്കുന്നവരുണ്ട്, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, അന്യായം ചെയ്യുന്നവർ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ ജീവിത നിലവിൽക്കൂടെ പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മൾ എങ്ങനെ വിളങ്ങി ശോഭിക്കണം? ദൈവത്തിന്റെ മകളാ, ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ പൈതലാണെന്ന് അവർ സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ സാക്ഷ്യം ലഭിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഭയപ്പെട്ട് അനുസരിച്ച് ദൈവജന പ്രകാരം ദൈവജനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ ഹല്ലേലൂയ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുമ്പോൾ ദൈവം നമ്മൾ കടാക്ഷിക്കും, ദൈവം തിരുമുഖം പ്രകാശിപ്പിക്കും, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മാനിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം വാക്യം. സ്വയം ശോധന ചെയ്യുന്നവൻ ഹല്ലേലൂയ ചിന്തിക്കുക. 4-ാമത്തെ വാക്യം നോക്കി. ഹല്ലേലൂയ. സ്തോത്രം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്വയശോധന ചെയ്യുവാൻ, ചിന്തിക്കുവാൻ, പാപം ചെയ്യാതിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. മൗനമായിരിക്കാൻ കൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. മൗനമായിരിക്കേണ്ട സ്ഥാനത്ത് നാം മൗനമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കേണ്ടത് ആർപ്പെട്ട യഹോവയെ സ്തുതിക്കണം. പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് ആത്മാവിൽ നിറഞ്ഞ് നാം പ്രാർത്ഥിക്കണം. എന്നാൽ മൗനമായിരിക്കേണ്ട സ്ഥാനത്തൊക്കെ നാം മൗനമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. 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 നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരും പുച്ഛിക്കുന്നവരും കുടുംബക്കാരും വീട്ടുകാരും ജാതിക്കാരും കാര്യങ്ങളും സ്നേഹിതരും ഒക്കെ കാണും. എന്റെ മത്സരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മൗനമായിരിക്കേണ്ട സ്ഥാനത്ത് നാം മൗനമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്വയശോധന ചെയ്യുവാൻ, ഹല്ലേലൂയ ചിന്തിക്കുവാൻ, പാപം ചെയ്യാതിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. മൗനമായിരിക്കുവാൻ കൃപ ആവശ്യമാണ്. നമുക്ക് ആ ദൈവം കൃപ നമുക്ക് തന്നിരിക്കുന്നു. ആ കൃപ നഷ്ടപ്പെട്ടു പോകാവുന്ന ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുന്ന ആ കൃപ കാത്തു സൂക്ഷിക്കണം. സകലത്തിലും ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാനല്ല, നമുക്കൊന്നും പുകഴ്വാൻ പ്രശംസിപ്പാൻ ക്രൂശിലല്ലാതെ അവിടുത്തെ കൃപയിലല്ലാതെ ഒന്നുമില്ല. അവിടുത്തെ കൃപയല്ലാതെ നമുക്കൊന്നുമല്ല. ദൈവമക്കളെ എത്രത്തോളം നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം നോക്കിയേ. ഹല്ലേലൂയ. സ്തോത്രം. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനം അർപ്പിക്കേണ്ട നീതിയാഗങ്ങൾ ഹല്ലേലൂയ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിറഞ്ഞതും വീണ്ടെടുപ്പുകാരനോട് ഹല്ലേലൂയ ഉള്ള ഭക്തിയോടുകൂടി വായിക്കണം. വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ധരിക്കേണ്ട സ്തുതി സ്തോത്രങ്ങൾ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ അർപ്പിക്കേണ്ട നീതിയാഗങ്ങൾ ഹല്ലേലൂയ സ്തുതികളാലും നിറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. 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 ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇടപെടാതെ പഴയ നിയമത്തിൽ 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം പോയിട്ട് കരയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ പുതിയ നമ്മെ പഠിപ്പിക്കുന്ന ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. ഇടപെടാതെ കിട്ടുന്ന സമയങ്ങളൊക്കെ ഒന്ന് വിടങ്ങാനും പ്രാർത്ഥിച്ച് നോക്കിക്ക്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ എന്നെനിക്കറിയാം. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ എന്തുമാത്രം വിടുതലും അനുഗ്രഹങ്ങളും അധികം പറയുന്നത്. ഹല്ലേലൂയ നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന അവിടുന്ന് ദുർഘടങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുടുംബങ്ങളായി വ്യക്തികളായി വഴിയിലൊക്കെ അനർത്ഥങ്ങളൊക്കെ സംഭവം അതെല്ലാം മാറ്റി തന്ന് നമ്മളെ സുരക്ഷിതരായി നമ്മളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു, നമ്മളെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എത്ര ശ്രേഷ്ഠമായ നിലയിലാണ് ദൈവം ശത്രുക്കളുടെ നടുവിൽ കൂടെ ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. ശത്രുക്കൾക്കറിയും അന്ധതപ്പെട്ട ഭീതി അയച്ചു പിടിപ്പിക്കും. നമ്മെ കാണുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതോ ദൈവത്തിന്റെ പദ്ധതി. നമുക്ക് ഓടി വന്ന അഭയമായപ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം ദൈവത്തിന്റെ വിലപ്പെട്ട കരങ്ങൾ കൊണ്ട് നമ്മളെ മറത്തിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ലോക സൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവരെ അത് മറന്നു പോകുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ മറയുവാൻ നമുക്ക് അടുത്തു വരാൻ ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. അവരെ ദൈവം മറച്ചു. ഹല്ലേലൂയ. ഓ സ്തോത്രം. ദൈവം മറച്ചാൽ നാം മറന്നിരിക്കും. ഒരു ദുഷ്ട ജന്തുക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണത്തില്ല. ഭവനത്തിൽ വാളനുകൾ നമ്മളെ കാണാതെ ദൈവം മറക്കുന്ന ദൈവമാണ്.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അർപ്പിക്കേണ്ട നീതിയാകുന്ന സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അതിനെ നിറഞ്ഞതും ജീവനെടുപ്പുകാരിയോടുള്ള അതിലെ ആ ഭക്തിയോട് കൂടിയതുമായിരിക്കണം. നമ്മൾ വീണ്ടെടുത്ത് നമ്മളെ സ്വാതന്ത്ര്യമാക്കി തീർന്നു, നമ്മിൽ അഭിഷേകം തന്നു, നമ്മെ താലന്തുകൾ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വിശ്വസനായ ദൈവം വിശ്വസ്തരായി ജീവിപ്പാൻ താലന്തുകൾ കഴിവുകൾ തന്നിരിക്കുന്നു. നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നു, തെളിഞ്ഞ ബുദ്ധി. അജ്ഞാനികളായിട്ടില്ല, ജ്ഞാനം തന്നിരിക്കുന്നു. ദൈവം കഴിവ് തന്നിരിക്കുന്നു, ദൈവം നന്മകൾ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ അനുഗ്രഹ സമൃദ്ധിയും കൃപകളും കൃപാവനങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ദൈവം നമ്മിൽ തന്നിരിക്കുന്നു. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരം, ഈ മന്ദിരത്തിനായ ശരീരത്തിന്റെ ദൈവത്തിന് മാത്രം അധികാരമുള്ളൂ. ദുഷ്ടൻ അവകാശമില്ല. ഒരു രോഗാണുക്കൾ ശരീരത്തിൽ ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ച ആകിയ ദൈവത്തിന്റെ പ്രസാദകരമായ ഉത്തമമായ യാഗം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തണം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും വിലപ്പെട്ടതാ വിശുദ്ധി, ജീവനും വിശുദ്ധി. സമ്പൂർണ്ണ ജീവനാ ദൈവം തന്നിരിക്കുന്നത്. വിശുദ്ധിയുള്ളവരായി ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് നടത്തപ്പെടണം. നമ്മുടെ പാളയം വിശുദ്ധമായിരിക്കണം. നമ്മളിൽ അശുദ്ധികൾ നമ്മെ വിട്ടു മാറിപ്പോകാൻ നിർത്താൻ നാം നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം. വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. നാം പാർക്കുന്ന ഭവനത്തിൽ വിശുദ്ധമായിരിക്കണം. നടന്നു പോകുന്നിടത്തൊക്കെ കടന്നു പോകുന്നിടത്തൊക്കെ വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നതാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം നോക്കിയേ. ഹല്ലേലൂയ. സ്തോത്രം. 7-ാമത്തെ വാക്യം. ധാന്യം നീങ്ങും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം. അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സ്തോത്രം. ഹൃദയത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ ലഭിക്കുന്ന ആനന്ദം ഹല്ലേലൂയ കളപ്പരയിൽ ധൈര്യം നിറയുന്നതിനേക്കാളും തുരുത്തിയിൽ വീഞ്ഞ് നിറയുന്നതിനേക്കാളും അളവറ്റതാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ മാത്രമേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സന്തോഷിപ്പാനും ആർപ്പിന്റെ ഹോളയെ സ്തുതിക്കാനും കഴിയത്തുള്ളൂ. അങ്ങനെ മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് മുമ്പിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞു വസിക്കും. ഭീകരതര ശബ്ദ ഹൃദയത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള സ്തുതി സ്തോത്ര യാഗങ്ങളെന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കെ ചിലപ്പോൾ മൗനമായിട്ടിരുന്നാലും നമ്മിൽ പുറത്തുന്ന തീയ് ആ തീ അർപ്പിക്കുന്നതിലേ താളിക്കത്തും. അത് നാം മറന്നു പോകരുത്. തീയ ഈ പരിശുദ്ധാത്മാവായ തീയാല നമ്മിൽ കൂടെ ആളിക്കത്തുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ മൗനമായിരുന്നേക്കാം. അവരിൽക്കൂടെ ഇനി തീ ആളിക്കത്തുന്ന കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. മൗനമായി ഇരിക്കേണ്ട സ്ഥാനത്ത് മൗനമായിരിക്കണം. ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ആരാധിക്കണം. ആർപ്പുണ്ട് ശ്രദ്ധിക്കേണ്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് ആത്മാവിൽ നിറഞ്ഞവന്റെ അന്യഭാഷ അടയാളത്തിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആരെയ ഹൃദയത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ ലഭിക്കുന്നതായിട്ടുള്ള ആനന്ദം കളപ്പുരയിൽ ധാന്യം നിറയുന്നതിനേക്കാളും ആരെയ തിരുത്തിയിൽ വീഞ്ഞും നിറയുന്നതിനേക്കാളും അളവറ്റതാണ്. ദൈവത്തിന്റെ സ്തോത്രം. 8-ാമത്തെ വാക്യം കൂടെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. അവിടെ 8-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തിന്റെ കാവൽ ഉള്ളതിനാൽ ഒരു ദൈവ പൈതലിന് സുഖകരമായ ഉറക്കം ലഭിക്കുന്നു. ദൈവത്തിന്റെ കാവൽ. ഓ സ്തോത്രം. ദൂതന്മാരുടെ കാവല്. പിതാവാൻ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം, ദൈവത്തിന്റെ സാന്നിധ്യമാ നമ്മിലും നാം പ്രാപിക്കുന്ന ഭവനത്തിലും നാം യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലും ജോലികളൊക്കെ മുൻപന്മാരായ ദൂതന്മാരുടെ അതിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് അവർ നിന്നെ കയ്യിൽ വരികപ്പം 2 ദൂതന്മാർ ഒരു ദൈവപേരിലുണ്ടാകുന്ന കാര്യം മറന്നു പോകരുത്. അവർ നിന്നെ കയ്യിൽ വയ്ക്കൂ. ഇടത്തും വലത്തോട് ദൈവമൊക്കെ നാം വീഴുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വീഴ്ത്തുവാൻ ഇഷ്ടം നോക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മൾ ഇടത്തും വലത്തും പിടിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മന്ത്രിക്ക് എത്രമാത്രം അകമ്പടിയുണ്ടെന്നുള്ള കാര്യം നാം ഈ
യാത്രക്കാരെല്ലാം നോക്കാം. ഒരു മനുഷ്യൻ ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒരു മന്ത്രിക്ക് എത്രമാത്രം അഹംബൈ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് പ്രിയേക ദൈവവും 2 ദൂതന്മാരുണ്ട്. കോടാനുകോടി ദൂതന്മാരെ നമ്മുടെ ദൈവത്തിലുള്ള നമ്മളെ എപ്പോഴും സംരക്ഷിക്കുവാൻ ഹല്ലേലൂയ ഭക്തന്മാർക്ക് ചുറ്റും പാളെ നമുക്ക് വിടുവിപ്പാൻ കോടാനുകോടി ദൂതന്മാരെ നമ്മുടെ ദൈവത്തിലുള്ളത്. നമ്മളെ നിർത്താൻ, നമ്മളെ രക്ഷിപ്പാൻ വിശ്വസ്തൻ, ഹല്ലേലൂയ വഴി നടത്തുവാൻ വിശ്വസ്തൻ, സംരക്ഷിപ്പാൻ വിശ്വസ്തൻ, പുലർത്തുവാൻ വിശ്വസ്തൻ, ജീവിതകാലം മുഴുവൻ അവസാനത്തോളം നമ്മൾ നടത്തുവാൻ ദൈവത്തിന്റെ വിശ്വസ്തത അത് രാവിലെ തോറും പുതിയതും ഹല്ലേലൂയ ദൈവത്തിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഹല്ലേലൂയ രാത്രികാലം നമ്മളെ ഏൽപ്പിക്കാൻ രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മോട് ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ നമ്മൾ സംസാരിച്ചുവല്ലോ. നമ്മളെ കേൾപ്പിക്കാൻ ആലോചന ഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രകാരം നമുക്ക് ജീവിപ്പാൻ ഇടയായി തീരട്ടെ. ആരാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്? ഒരു ദൈവ പൈതല്. അനേകരുടെ ഉറക്കം കിടത്തിക്കളയുന്നതായ ഉറക്കമില്ലാത്തതായിട്ടുള്ള ഈ ദുഷ്ടലോകത്തില് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് സുഖകരമായ ഉറക്കം തരുന്നു. സ്തോത്രം. എത്ര ശ്രേഷ്ഠമേറിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വചനങ്ങളായ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഐശ്വര്യമായ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈജിപ്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.